മുസ്ലിമിന്റെ ഖൽബിലേക്ക് എന്തു തോന്നുന്നു? നമ്മൾ എങ്ങനെയാ അത് എടുക്കുന്നത്? എങ്ങനെയാ നമ്മളത് സ്വീകരിക്കുന്നത്? ഇവിടെയും നമ്മുടെ ഈമാനിന്റെ പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു രംഗത്താണ് ലോകത്തുള്ള സർവ്വവിശ്വാസികളുടെയും ഹൃദയത്തിന് ഉള്ളിൽ കിടക്കുന്ന ഈമാൻ വരണ്ട് ചുരണ്ടെടുക്കുകയും ആ എല്ലാ സ്വഹാബത്തിന്റെയും ലോകാവസാനം വരാൻ പോകുന്ന മുഴുവൻ മുഅ്മിനീങ്ങളുടെയും ഈമാൻ എടുത്ത് ഒരു തുലാസിന്റെ തട്ടിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മറ്റൊരു തട്ടിലും വെച്ചു കൊടുത്താൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനാണ് ഖനം തൂങ്ങുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ ഇത് പറയാൻ കാരണം? സിദ്ദീഖ് എന്ന പേര് വെക്കപ്പെടാൻ കാരണം നബി തങ്ങൾക്ക് മിഅ്റാജ് ഉണ്ടായപ്പോഴാണ്. നബി തങ്ങളുടെ മിഅ്റാജ് ആകാശ ലോകത്തേക്ക് പോയി എന്ന് പറഞ്ഞതിനേക്കാളും അവർക്ക് അത്ഭുതമുണ്ടായത് ഇസ്രാ ചെയ്തു എന്നതാണ്. ഇസ്രാ ഭൂമിയിലെ യാത്രയാണ്, മിഅ്റാജ് ആകാശത്തേക്കുള്ള യാത്രയാണ്. ഇസ്രാ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സായിലേക്ക്, ഇന്നത്തെ ഫലസ്തീനിലെ ഖുബ്ബത്തുസ് സഖറയിലേക്ക്, അവിടെ നിന്ന് 7 ആകാശത്തേക്കുള്ള അതിനപ്പുറത്തേക്കുള്ള യാത്രയായിരുന്നു മിഅ്റാജ്. അത് പോവേ ഒരു രാത്രി കൊണ്ടോ? നിങ്ങളത് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരാൾ പറയാണ്, ഞാൻ ഇപ്പോ ഇവിടെ നിന്ന് ബോംബെ പോയിട്ട് ഡോങ്കരി പോയിട്ട് ഇപ്പൊ തിരിച്ചു വരാൻ 1/2 സെക്കൻഡ് കൊണ്ട് പോയി വന്നു എന്ന് പറഞ്ഞാൽ, അതൊരു നബി പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും. എന്തുകൊണ്ട് വിശ്വസിക്കും? ആ നബിയുടെ നുബുവത്ത് ബോധ്യപ്പെട്ടത് കൊണ്ട്. ആൾക്കാർ ചോദിച്ചു, അതെങ്ങനെ സംഭവിക്കും? അത് മാത്രോ, 7 ആകാശങ്ങൾക്കപ്പുറത്തേക്കും പോയി തിരിച്ചു വന്നപ്പോ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീടിലെ വിരിപ്പിന്റെ ചൂട്, നബി തങ്ങൾ എഴുന്നേറ്റ് പോയ ചൂട് ആറിയിട്ടില്ലായിരുന്നു. അത്രക്കും വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം അങ്ങനെ ഒരു അത്ഭുതം നടന്നപ്പോഴാ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മഹാത്ഭുതം ആദ്യം പറഞ്ഞു കൊടുത്തത് നബിയുടെ സ്വഹാബികൾക്കല്ല. അതാണ് അതിലും വലിയ അത്ഭുതം. നമുക്ക് തോന്നൂലേ അത് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കുമെന്ന്? നബിതങ്ങൾക്ക് അതിൽ സംശയമില്ല. എന്തുകൊണ്ടില്ല? നബിതങ്ങൾ അള്ളാഹുവിന്റെ നബിയാണെന്ന് വിശ്വസിക്കൽ നബിക്ക് നിർബന്ധമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളും അങ്ങനെ പറ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തങ്ങളും അള്ളാഹുവിന്റെ റസൂലാണെന്ന് തങ്ങൾ വിശ്വസിക്കൽ തങ്ങൾക്കും നിർബന്ധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് കിട്ടുന്ന വഹി ഉറപ്പാണ്, തങ്ങൾക്കതിൽ സംശയമില്ല. അതുകൊണ്ട് ആദ്യം പറഞ്ഞത് ശത്രുക്കളോട്. അബൂജഹലല്ലേ സിദ്ദീഖ് തങ്ങളോട് വന്ന് പറഞ്ഞു കൊടുത്തത്? നബി തങ്ങളാണോ സിദ്ദീഖ് എന്നവരോട് പറഞ്ഞത്? റളിയല്ലാഹു അൻഹു അല്ല, അബൂജഹല പറഞ്ഞത്. സിദ്ദീഖേ, ഇപ്പൊ മനസ്സിലായില്ലേ? ഞങ്ങൾ അന്നേ പറയാറുണ്ട് നിന്റെ കൂട്ടുകാരന് ഭ്രാന്താണെന്ന്, നീ വിശ്വസിച്ചില്ല. ഇപ്പൊ ഇന്നലെ പറഞ്ഞു കേട്ടോ. എന്തേ? ഈലിയ, അന്ന് മസ്ജിദുൽ അഖ്സ ഖുദ്സ് ജെറൂസലേമിന്റെ അന്നത്തെ പേര് ഈലിയ എന്നാണ്. ഈലിയ വരെ പോയി അവിടുന്ന് 7 ആകാശവും കഴിഞ്ഞ് അള്ളാനെ കണ്ട് തിരിച്ചു വന്നു എന്നാ പറഞ്ഞത്, മക്കയിലേക്ക് തന്നെ. സിദ്ദീഖ് എന്നവർ ഒരൊറ്റ ചോദ്യം ചോദിച്ചത്, എന്റെ നബി അത് പറഞ്ഞോ? പറഞ്ഞു. സദ്ദഖ്തുഹു, ഞാൻ നബിയെ വിശ്വസിച്ചിരിക്കുന്നു, ഇനി ഒരു തെളിവ് എനിക്ക് വേണ്ട. നിങ്ങൾ ഇതല്ലേ പറഞ്ഞുള്ളൂ, ഞാൻ ഇതിനപ്പുറം വഇന്നി ഉസദ്ദിഖുഹു ബിഖബരിസ് സമാ, ആകാശലോകത്ത് നിന്ന് എല്ലാ ദിവസവും ഈ നബിക്ക് വഹി വരുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ. എന്റെ നബി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്, വേറെ ഒരു തെളിവ് എനിക്ക് ആവശ്യമില്ല. ഇത് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ആ വാക്കിൽ അത്രക്ക് ഉറപ്പ്. അലി റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ പറഞ്ഞയച്ചു, അലിയെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഒരു പെണ്ണ് പോകുന്നുണ്ട്, സാറ എന്ന് പറയുന്ന പെണ്ണ്. അവര് മക്കക്കാരായ പ്രമാണിമാരായ ഖുറൈശി തറവാട്ടുകാർക്ക് വീട്ടുവേല ചെയ്തിരുന്ന പെണ്ണാണ് സാറ. വീട്ടുജോലിക്കാരുണ്ടാവുമല്ലോ, പ്രസവത്തിനൊക്കെ നിൽക്കാൻ വരുന്ന പെണ്ണുങ്ങളില്ലേ, എന്താ കൂലി? ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും ഇല്ല അത്ര കൂലി. ഓരോ നോക്കാൻ വേറെ അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരും. മെഷീൻ ഉണ്ടോ, ഫ്രിഡ്ജ് ഉണ്ടോ, ഗ്യാസ് ഉണ്ടോ, ചെറിയ മക്കളൊന്നും ഇല്ലല്ലോ, എന്നാ വരാൻ. എത്ര കൂലി? 30,000 80,000. എന്താ പണിയെടുക്കുക? ഓർക്കുള്ള പണിയൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ ഒരു പെണ്ണായിരുന്നു സാറ. പക്ഷെ ഇന്നത്തെ ശമ്പളമൊന്നും ആയിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സാറ എന്നുള്ള പേര്, മക്കക്കാരിയാണ്, മദീനയിൽ വന്ന് പോവുകയാണ്.
നമുക്ക് ഈ പ്രസവമൊക്കെ ഒരു അസുഖമായതുകൊണ്ടല്ല അങ്ങനെ തോന്നുന്നത് അല്ലേ? നമ്മുടെ ഉമ്മമാരും നമ്മുടെ വല്യമ്മമാരൊക്കെ എത്ര കൂളായിട്ടാണ്, വളരെ എത്ര മക്കളുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ എല്ലാ ഹിദ്മത്തും ചെയ്തെടുത്തിട്ട് 2 കുട്ടി 3 കുട്ടി ഇന്ന് നിർത്തുകയാണല്ലോ, കഴിഞ്ഞല്ലോ. ഈ എല്ലാ ഹിദ്മത്തും എടുത്തെടുത്തിട്ട് ഇതൊന്നുമില്ലാതെ 8ഉം 10ഉം പ്രസവിച്ച നമ്മുടെ ഉമ്മമാരില്ലേ, അള്ളാഹുർക്കൊക്കെ ഒരുപാട് കൂലി കൊടുക്കട്ടെ. നമ്മുടെ പെണ്ണുങ്ങൾക്ക് അള്ളാഹു കൂലി കൊടുക്കട്ടെ. പക്ഷേ ഈ പ്രസവത്തിന് നിൽക്കുന്ന പെണ്ണുങ്ങളുടെ ചില ആറ്റിറ്റ്യൂഡൊക്കെ നന്നായി മാറാനുണ്ട്. ഇത് ഓല മാത്രം കിട്ടുമ്പോൾ പറയാനുള്ള ഏർപ്പാടാണ്, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമല്ല. ഈ നിലക്ക് അത്യാർത്ഥിയും വല്ലാത്ത ദാരിദ്ര്യം പറച്ചിലും കാണുന്നവരോട് മുഴുവൻ ദാരിദ്ര്യം പറയും. നിങ്ങൾ വിചാരിക്കും ഓലക്കാടും ദാരിദ്ര്യമല്ലോ ലോകത്തുണ്ട്, ഇതിലെല്ലോടത്തും പോയി പറയുന്നത് കേട്ടത്, എല്ലാ പേരിലും പോയി പറയും. മസ്അല, യാചന ഉള്ളവർക്ക് യാചനയല്ലാതെ ദാരിദ്ര്യമല്ലാതെ അല്ലാഹു വർദ്ധിപ്പിക്കുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ വീട്ടിലെ ആളുകൾ, വീട്ടിലെ സഹോദരിമാർ, ഉമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സഹകരിച്ചു കൊടുത്താൽ പേരും പെരുമയും കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഈ പണിക്ക് അനാവശ്യമായി ചെയ്യുന്ന ഒരുപാട് പൈസകൾ നമുക്ക് വേറെ വല്ല സ്വതക്കും ചെലവഴിക്കാൻ പറ്റുമായിരുന്നു അല്ലേ? നമ്മൾ പേരും പെരുമൊക്കെ അതൊക്കെ ചെയ്യണം. ആളെ കിട്ടിയോ ഇല്ല എന്ന് പറഞ്ഞാൽ മോശമാണല്ലോ. എന്ത് മോശം! മാറി ചിന്തിച്ചു നോക്കി പൊന്നാര മുഅ്മിനീങ്ങളെ. സാറ എന്ന് പറഞ്ഞ പെണ്ണ് അങ്ങനത്തെ ഒരു പെണ്ണായിരുന്നു. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അലിയെ, സാറ എന്ന് പറഞ്ഞ പെണ്ണ് മരുഭൂമിയിലൂടെ പോകുന്നുണ്ട്, അവളുടെ കയ്യിൽ ഒരു കത്തുണ്ട്, ആ കത്ത് നിങ്ങൾ പിടിച്ചു വാങ്ങണം. അലി റളിയല്ലാഹു അൻഹു വേറെ ഒരു സ്വഹാബിയെയും കൂട്ടി പോവുകയാണ്. സാറയെ കണ്ടു മരുഭൂമിയിൽ. സാറ, സ്റ്റോപ്പ്, നിർത്തി, നിന്റെ കയ്യിലെ കത്തെടുക്കെന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ കത്തില്ല. അവളുടെ കയ്യിലുണ്ട്. ഒറ്റടിക്ക് നിഷേധിക്കും. ഈ ധൈര്യം പെണ്ണുങ്ങൾക്ക് തന്നെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഒറ്റടിക്ക് ഇല്ല. അങ്ങനത്തെ ആണുങ്ങളുണ്ടാവും, പെണ്ണുങ്ങളെ ചീത്ത പറയല്ല. പക്ഷേ ചില വിഷയങ്ങളിലൊക്കെ അങ്ങനെ ഒരു വല്ലാത്ത കണ്ണും ഞുമ്പി കളവ് പറയുന്നൊക്കെ പറയില്ലേ, സാറ പറഞ്ഞു, എന്റെ അടുത്തില്ല. സാറ, നിന്റെ കയ്യിലുള്ള കത്തെടുക്ക്. എന്റെ കയ്യിൽ എന്ത് കത്ത്? ആരെ? എപ്പോ? എങ്ങനെ? അലി റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകളിൽ വിശ്വാസമുള്ള സ്വഹാബിയാണ്. സാറ 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് വഹി വരുന്ന മുത്ത് റസൂൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ കയ്യിൽ കത്തുണ്ടത് എടുക്ക്. നിന്റെ കയ്യിലില്ല. അലി റളിയല്ലാഹു അൻഹു അന്നേരം ഒരു കാര്യം പറ, സാറ, നിന്റെ വസ്ത്രങ്ങൾ ഒന്നൊന്നായി പരിശോധിക്കേണ്ടി വന്നാലും ശരി, കത്ത് കിട്ടിയാലല്ലാതെ ഞങ്ങൾ പോവില്ല. അപ്പൊ അവളുടെ മുടിക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് ചുരുട്ടി വെച്ച കത്തെടുത്തു കൊടുത്തു. പേടിപ്പിച്ചപ്പോ ആ കത്തുമായി നബിയുടെ മുമ്പിലേക്ക് ചെന്നു. അലി റളിയല്ലാഹു അൻഹു അത് തുറന്നു നോക്കുമ്പോൾ ഒരു സ്വഹാബി ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് മദീനയിലെ വിവരം ഒറ്റുകൊടുത്തിരുന്നൊരു വിഷയമായിരുന്നു അത്. ആ കത്ത് രഹസ്യമായി മദീനയിൽ കൊണ്ടുപോവാൻ സാറയെ ഏൽപ്പിച്ചതാണ്, മക്കയിലേക്ക് കൊണ്ടുപോവാൻ. അലി റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ഒരൊറ്റ ചോദ്യമാണ്, സാറ, ആകാശ ലോകത്ത് നിന്ന് വഹി വരുന്ന നബിയാണ് ഞങ്ങളോട് പറഞ്ഞത് നിന്റെ കയ്യിൽ കത്തുണ്ട് എന്ന്. അത് പുറത്തെടുത്തേക്കണം, ഇല്ലെങ്കിൽ കിട്ടിയിട്ടേ ഞങ്ങൾ പോകൂ. ഈ വാക്ക് പറയാൻ അലി റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചത് അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളിലുള്ള അദമ്യമായ, പറഞ്ഞു തീർക്കാനാവാത്ത ഈമാനിന്റെ യഖീനിന്റെ ഉറപ്പ്, സിഖ, അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകളിലുള്ള വിശ്വാസമാണ്. തങ്ങൾ പറഞ്ഞു ഉണ്ട്, ഉറപ്പാണ്. ബദരിയായ സ്വഹാബിയായിരുന്നു ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, മക്ക മുശ്രിക്കീങ്ങളോട് അങ്ങ് പ്രതികാരം എടുക്കാൻ പോകുന്ന ഈ യാത്ര, ആ യാത്രയുടെ രഹസ്യങ്ങൾ മുഴുവനും ചോർത്തിക്കൊടുത്ത ഈ മുനാഫിക്കിനെ ഞങ്ങൾ തലവെട്ടിട്ടയോ? ഉമറേ, നിങ്ങൾ എങ്ങനെയാണ് ഹാത്തിബ് എന്ന സ്വഹാബിയെ സംബന്ധിച്ച് അങ്ങനെ പറയുക? ലഅല്ലല്ലാഹ തആല അലാ അഹ്ലി ബദരിൻ ഫഖാൽ ഇഅ്മലൂ മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലഹു ഫഇന്നി ഗഫർതു ലഹും ഫഇന്നി ഗഫർതു ലക്കും. ബദരീങ്ങളെ, എന്റെ നബിക്ക് വേണ്ടി ബദറിൽ ഇറങ്ങിയവരല്ലോ നിങ്ങൾ, ഇനി നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നു എന്ന് അള്ളാഹു ബദരീങ്ങളോട് പറഞ്ഞിരിക്കണം. ഉമറേ, ബദരിയല്ലേ ഹാത്തിബ് റളിയല്ലാഹു അൻഹു, അതുകൊണ്ട് ശിക്ഷിക്കണ്ട. മജ്ലിസുന്നൂർ ഉണ്ടാവും, മജ്ലിസുന്നൂർ നടക്കാറുണ്ടോ?
അല്ലേ? അർജന്റായിട്ട് തുടങ്ങണ്ട ഇൻഷാ അല്ലാഹ്. ബദരീങ്ങളുടെ നാമം ഉച്ചരിച്ച് ആ ബദരീങ്ങൾക്ക് ഒരുപാട് തർബിയത്ത് ചൊല്ലി സ്വലാത്തും ദിക്റും ചൊല്ലിയുള്ള പ്രാർത്ഥനകളുടെ മജ്ലിസുൻ നൂറുകൾ നമ്മുടെ നാടുകളിലൊക്കെ നടക്കാറുണ്ട്. ഹാത്തിബ് റളിയല്ലാഹു അൻഹു ബദരിയാണ്. ഉമറേ, ബദരി ഇങ്ങനെ ഒരു ഗുരുതരമായ തെറ്റ് ചെയ്താൽ പോലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടുണ്ട് ഉമറേ. അതുകൊണ്ട് ഹാത്തിബിനെ ശിക്ഷിക്കാൻ പാടില്ലെന്ന് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബിതങ്ങളുടെ വാക്കാണ് അലി റളിയല്ലാഹു അൻഹുവിനെ ധൈര്യം പകർന്നത്. ഒരു മനുഷ്യന് രണ്ട് മനുഷ്യരുടെ ഷഹാദത്തിന്റെ കൂലിയുണ്ട്. ഷഹാദത്തിന്റെ സ്ഥാനം, ഷഹാദത്ത് സാക്ഷി പറയാ, രണ്ട് സാക്ഷികൾ വേണ്ടിടത്ത് ഒരു സാക്ഷി മതി എന്ന ഒരു സാക്ഷിക്ക് രണ്ട് സാക്ഷികളുടെ സ്ഥാനം നൽകിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മഹാനായ സ്വഹാബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സാക്ഷി പറഞ്ഞ ഹുസൈമത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അറാബിയുമായി ഒരു കുതിരയുടെ കച്ചവടം നടത്തി. ഒരു കുതിരയെ വാങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിന് വില പറഞ്ഞു. അറാബി പറഞ്ഞു വില ഓക്കെ. അറാബികൾ എന്ന് പറഞ്ഞാൽ അന്ന് അൺസിവിലൈസ്ഡ് ആയി ജീവിക്കുന്ന, വളരെ റൂറൽ ഏരിയകളിൽ ജീവിക്കുന്ന ആളുകളാണ്. റിമോട്ട് ഏരിയകൾ, നഗരങ്ങളിൽ നിന്ന് ദൂരെ നിൽക്കുന്നവർ. നിബിധങ്ങൾ കച്ചവടം ഉറപ്പിച്ചു പോകുന്ന ഒരു കുതിരയെ തങ്ങളതിന്റെ പൈസ കൊടുക്കാൻ നിൽക്കുമ്പോ ഇയാളത് വാങ്ങാൻ. അപ്പോഴാണ് സദസ്സിൽ നിന്ന് ഹുസൈമ ബിൻതു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞത്, നബിയേ, അള്ളാഹുവിന്റെ നബിയെ, അങ്ങ് കളവ് പറയുന്നവരല്ലല്ലോ. അങ്ങ് പറഞ്ഞത് സത്യമാണെന്ന് എനിക്കറിയും നബിയെ. അങ്ങ് സത്യമല്ലാതെ പറയാറില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സാക്ഷി പറഞ്ഞതാണ്. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും അങ്ങ് പറഞ്ഞത് സത്യമാണ്, അതെനിക്ക് ഉറപ്പാണ്. ആ ഒരു സംഭവത്തിന്റെ ശേഷം ഹുസൈമത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് രണ്ട് സാക്ഷികളുടെ പവർ നൽകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് സാക്ഷികൾ വേണ്ട കേസിനൊക്കെ ഹുസൈബ തങ്ങൾ വന്നാൽ ഒരു സാക്ഷി മതി. അദ്ദേഹം രണ്ട് സാക്ഷികളുടെ സ്ഥാനത്താണ്. എന്തേ? നബിയെ, നിങ്ങൾ പറഞ്ഞതിൽ പിന്നെ അതിനപ്പുറത്തില്ലല്ലോ നബിയെ എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്ന സ്വഹാബി ഹുസൈമത്ത് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. നബിയുടെ വാക്കിലുള്ള ഈ വിശ്വാസം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അമ്മാർ റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ലോകത്തെ ആദ്യ ഷഹീദുകളിൽപ്പെട്ട യാസിർ എന്നവരെ, അവരുടെ ഭാര്യ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ ആദ്യത്തെ ഷഹീദത്ത്, അവരുടെ മോനാണ് അമ്മാർ റളിയല്ലാഹു അൻഹു. അമ്മാർ എന്നവര് രോഗബാധിതരായി കിടക്കുമ്പോ അമ്മാർ എന്നവരുടെ ഉമ്മ അമ്മാർ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ മോൻ അമ്മാർ പറയാറുണ്ട്, ലാ അമൂതു ഫീ മർദി ഹാദാ, ഞാൻ ഈ കിടക്കുന്ന രോഗത്തിൽ എനിക്ക് മരണം വരികയില്ലെന്ന് ഉറപ്പാണ്. ഹദ്ദസനി ഹബീബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഹബീബായ നബി തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അന്നീ ലാ അമൂതു ഇല്ലാ ഖതീലാ ബൈന ഫിഅതൈനി മുഅ്മിനതൈൻ, മുഅ്മിനീങ്ങളായ രണ്ട് സമൂഹങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു യുദ്ധത്തിലാണ് ഞാൻ മരിക്കുക എന്ന് എന്റെ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഗുരുതരമായ അസുഖം വന്നപ്പോ അമ്മാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ മരിക്കൂല ഉമ്മ ഈ അസുഖത്തിൽ, ഞാൻ മരിക്കുന്നത് അസുഖം കൊണ്ടല്ല, ഒരു യുദ്ധത്തിലാണ് എന്ന് മുത്ത് റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഉമ്മ. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹും തമ്മിലുണ്ടായ ഇജ്തിഹാദി പ്രശ്നത്തിൽ, അവർ തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതയിൽ, അതുമൂലമുണ്ടായ യുദ്ധത്തിലാണ് അമ്മാർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തിൽ നിന്നിരുന്ന അമ്മാർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സംഘത്തിന്റെ ആക്രമണത്തിലാണ്. മുആവിയ തങ്ങൾ പോലും അതെപ്പോഴും പറയുമായിരുന്നു, അന്ന് അസുഖം ബാധിച്ചിരുന്നപ്പോ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ചപ്പോ മുആവിയ റളിയല്ലാഹു അൻഹു അമ്മാർ എന്നവരെ സന്ദർശിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ മനിയതഹു ബിഐദീനാ, അല്ലാഹുവേ, ഈ അമ്മാർ എന്നവരുടെ മരണം ഞങ്ങളുടെ കൈകൊണ്ടാക്കരുതേ അല്ലാഹ്. കാരണം നബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, യാ അമ്മാർ തഖ്തുലുകൽ ഫിഅത്തുൽ ബാഗിയ,
ഏതൊരു വിഭാഗമാണോ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയത്, ആ വിഭാഗമാണ് നിങ്ങളെ കൊല്ലുക എന്ന് അമ്മാർ എന്നവരെ നോക്കി നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ ഇതേ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ സംഘത്തിന്റെ ആക്രമണത്തിലൂടെയാണ് മഹാനായ സ്വഹാബി അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു വധിക്കപ്പെടുന്നത്. അപ്പോ രോഗബാധിതനായി കിടക്കുമ്പോൾ ഉറപ്പിക്കാൻ ഞാൻ മരിക്കൂല. എന്തുകൊണ്ട്? എന്റെ ഹബീബ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിക്കൂല ഈ രോഗത്തിൽ. ഞാൻ മരിക്കുന്നത് യുദ്ധത്തിലൂടെയാണ്. ആ യുദ്ധമോ രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു പ്രഖ്യാപനം, നബി തങ്ങളുടെ ഓരോരോ വാക്കുകൾ സ്വഹാബത്ത് സ്വീകരിച്ചത് അങ്ങനെയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അവരുടെ മക്കളിൽ പിൻകാലത്ത് ദാരിദ്ര്യം വരുമോ പേടിച്ചിട്ടില്ല. എന്തേ? എന്റെ മക്കൾക്ക് സൂറത്തുൽ വാഖിഅ ഓതാൻ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ വഫാത്താകാൻ പോകുമ്പോ പ്രിയപ്പെട്ട ഭാര്യ വളരെ വിഷമിച്ചുകൊണ്ട് കരഞ്ഞപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു, ലാ തബ്കി, നിങ്ങൾ കരയല്ലിൻ. ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലിനഫരിൻ അന ഫീഹിം, ഞാൻ അടക്കം ഒരു കൂട്ടം ആളുകളുള്ള സദസ്സിലോട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലയമൂതന്ന മിൻകും റജുലുൻ ബിഫലാഹ്, നിങ്ങളിൽപ്പെട്ട ഒരാൾ മരുഭൂമിയിൽ ഒറ്റക്ക് മരിക്കും. തശ്ഹദുഹു ഇസാബത്തുൻ മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിലെ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിന്റെ സംസ്കരണത്തിന് സാക്ഷികളാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. മരിക്കാൻ പോകുമ്പോ വീട്ടുകാർ കരയും. വല്ലാത്ത രംഗാണ്. ദുന്യാവിനോട് യാത്ര പറഞ്ഞു പോകുന്ന ആ ഒരു രംഗം എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മുഅ്മിനീങ്ങളെ മരിച്ചു പോകുന്നൊക്കെ പറയണത്. ഒരു പില്ലറിന് കുഴി കുഴിക്കുമ്പോൾ ഓർമ്മ വരും, റബ്ബേ ഖബർ ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ റബ്ബേ, ഒരു കുഴി തന്നെയാണല്ലോ നമുക്ക് പോയി കിടക്കണ്ടേ. മരിക്കാൻ പോകുമ്പോ അബൂദർ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഭാര്യ പൊട്ടിക്കരഞ്ഞപ്പോഴാണ്, നീ കരയണ്ട, ഞാൻ അടക്കമുള്ള ഒരു കൂട്ടം സ്വഹാബികളോട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽപ്പെട്ട ഒരാൾ മരിക്കുന്നത് മരുഭൂമിയിലായിരിക്കും. ആ ഒരാളിന്റെ മരണത്തിന് സ്വഹാബികളുടെ ഒരു കൂട്ടം മുഅ്മിനീങ്ങളുടെ സംഘം സാക്ഷികളായിരിക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ആ സംഘത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും മരിച്ചത് നാട്ടിൽ വെച്ചാണ്. ഇനി ഒരാളെ ബാക്കിയുള്ളൂ, അത് ഞാനാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചാണ് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കരുത്. അബൂദർ റളിയല്ലാഹു അൻഹു ജീവിച്ചതെന്ന് റബ്ദ എന്ന് പറയുന്ന മദീനയുടെ ഒരു പ്രാന്തപ്രദേശത്താണ്. അബൂദർ റളിയല്ലാഹു അൻഹുവിന് ചെറിയൊരു പ്രശ്നമുണ്ട്. സത്യവിശ്വാസികളായ ആളുകൾ ഖലീഫയോട് പരാതി പറഞ്ഞതാണ്. ആരുടെയെങ്കിലും കീശയിൽ കാശ് കണ്ടാൽ അബൂദർ തങ്ങൾ അടിക്കും. കാശും കൊണ്ട് നടക്കാണോ? എങ്ങോട്ടാ നീ ഇത് എടുത്തു വെക്കുന്നത്? മരിക്കുന്ന ഓർമ്മല്ലേ? ഇന്നത്തെ ചെലവ് കഴിഞ്ഞു, ബാക്കി സ്വതക്ക ചെയ്യ്, നാളെ അല്ലാഹു തരും, നീ നാളത്തേക്ക് എടുത്തു വെക്കണ്ട എന്ന് പറഞ്ഞ സ്വഹാബിയാണ് അബൂദർ റളിയല്ലാഹു അൻഹു. ആളുകൾ ചെന്ന് പറഞ്ഞു, സിദ്ദീഖ് എന്നവരെ, അബൂദറിനെ കൊണ്ട് നിൽക്കാൻ വയ്യല്ലോ. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, ഒരു മഹാനായ ഒരു സ്വഹാബിയല്ലേ. ഉമർ തങ്ങളുടെ കാലം വന്നു, ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് അടികൊള്ളുന്നുണ്ട് അങ്ങാടിയിൽ ചെന്നാൽ. സാരല്ല. ഉസ്മാൻ തങ്ങളുടെ കാലം വന്നു, അവര് പറഞ്ഞു, ഉസ്മാൻ എന്നവരെ കാശ് കഴുകി കൊണ്ടുനടക്കാൻ പറ്റില്ല, അടി കിട്ടുകയാണ്. അബൂദർ തങ്ങൾ അടിക്കുകയാണ്. വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله, നാണയങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവർ, ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ അവർക്കുണ്ടെന്ന് അറിയിച്ചു കൊടുക്കണേ എന്ന സകാത്ത് കൊടുക്കാത്തവരെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഭാഗം അത് ഓതിയിട്ട് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു അടിക്കും. എന്താണ് ആ ഈമാനൊക്കെ? ഇന്നത്തേത് കഴിഞ്ഞ് നാളെ കിട്ടുന്ന ഉറപ്പല്ലേ? അല്ലാഹു ഏറ്റെടുത്തിട്ടില്ലേ? ലാ തസ്അൽനി റിസ്ഖ ഗദിൻ ഫഇന്നി ലം അത്ലുബക ബിഇബാദതി ഗദിൻ, ഇന്നത്തെ ഭക്ഷണം ഞാൻ ഏറ്റെടുത്തു എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? നാളത്തെ ഭക്ഷണം ഇന്ന് തന്നെ വേണമെന്ന് നീ ചോദിക്കരുത്. അള്ളാഹു ചിലപ്പോ തന്നു വരും, പക്ഷെ ചോദിക്കണ്ട, ഇന്നത്തേത് അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്.
ഏതുപോലെ നാളത്തെ ഇബാദത്ത് നീ ഇന്ന് നിസ്കരിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ. അല്ലാഹു പറയാൻ നാളത്തെ ദുഹറ് നാളെ ആയുസ്സുണ്ടെങ്കിൽ നിസ്കരിച്ചാൽ മതി. ഇന്ന് അഡ്വാൻസ് ആയി നിസ്കരിക്കണോ? വേണ്ട വേണ്ട വേണ്ട. നാളെ ദുഹറ് വാങ്ങി കൊടുത്തിട്ട് ഹയ്യായിട്ട് നീ ബാക്കിയുണ്ടെങ്കിൽ നിസ്കരിച്ചോ, ഇല്ലെങ്കിൽ വേണ്ട. മരിച്ചത് വിചാരിക്കുക നാളത്തെ ദുഹറ് അഡ്വാൻസ് ആയിട്ടൊന്നും വേണ്ട എന്ന പോലെ ഇന്നത്തേത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, നാളത്തേത് വേണമെന്ന് നീ ചോദിക്കണ്ട. ഈ ഖുദ്സിയായ ഹദീസാണ് അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് കയറിയത്. നമുക്കൊക്കെ വിഷമല്ലേ? ഒരു പെൺകുട്ടി ജനിക്കുമ്പോഴേക്ക് ആലോചിക്കുകയാണ് അവൾക്ക് വേണ്ടി മാംഗല്യ നിധി ജ്വല്ലറി കൊണ്ടേ കൊടുക്കുക, ഇനി അവള് വലുതാകുമ്പോൾ കെട്ടിക്കണ്ടേ. പെൺകുട്ടി ജനിക്കുമ്പോഴേക്ക് ബേജാറായി പോയി. ചിലപ്പോൾ പെൺകുട്ടികളെ ഇനി അടുത്ത തലമുറക്കാവുമ്പോഴേ അറബികൾ വാങ്ങണ പോലെ പെൺകുട്ടികളെ കൊടുത്തിട്ട് ഇങ്ങോട്ട് പൈസ വാങ്ങണ കാലമായിരിക്കും ചിലപ്പോൾ. ആർക്കറിയാം? ഇങ്ങനെ കിട്ടും തിരിച്ച് നടക്കണം ആൺകുട്ടികളൊക്കെ. അടുത്ത തലമുറ ആകുമ്പോൾ മാറിയാലോ? മാറിക്കൂടെ? ശരീഅത്തിന്റെ ആ ഒരു ശരിയായ രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ തിരിച്ചു വന്നാൽ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ പെണ്ണിന് അങ്ങോട്ട് പൈസ കൊടുക്കണം, അങ്ങോട്ട് സമ്മാനം കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങോട്ട് അവർക്ക് പൈസ കൊടുത്ത് സഹായിക്കണം, മഹർ കൊടുത്തിട്ട് അന്തസ്സിൽ കല്യാണം ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഒന്നുകൂടാന്ന് പറയാൻ പറ്റുമോ? കാലേ കുട്ടി അന്വേഷിച്ച് ബേജാറായി നടക്കുകയാണ്. റബ്ബേന്റെ പെൺകുട്ടിനെ ഞാൻ എന്താക്കുന്നു? എങ്ങനെ കൊച്ചു മക്കളോട് നമുക്ക് സ്നേഹം തോന്നുക? ആ പിഞ്ചു പൈതങ്ങൾ നമ്മൾ ശരിക്കും ഇജ്ജത്തോടെ വളർത്തി അല്ലാഹുവിലേക്ക് തവക്കുലാക്കി. എന്റെ റബ്ബ് ഒരു വഴി കണ്ടിട്ടുണ്ടാവും. എന്റെ റബ്ബ് ഒരു വഴി കാണാതെ ഒരു വായയും അല്ലാഹു പടക്കുന്നില്ല. തിന്നാനൊരു വായ ഉണ്ടെങ്കിൽ അതിനുള്ള ഭക്ഷണം എന്റെ റബ്ബ് ഒരുക്കിയിട്ടുണ്ടാകും. എന്താ നമുക്ക് യഖീൻ ഉണ്ടാവാത്തത്? وما من دابة في الأرض إلا على الله رزقها. അല്ലാഹു ഭക്ഷണം ഏറ്റെടുത്തിട്ടില്ലാത്ത ഒരു ജീവിയും ഈ പ്രപഞ്ചത്തിൽ ഇല്ലല്ലോ. അബൂദർ റളിയല്ലാഹു തആല അൻഹു എപ്പോഴും ഇതാണ് പറയാ, അല്ലാഹു നിനക്ക് തരില്ലേ, നീ എന്തിനാ പേടിക്കുന്നത്? നാളത്തേക്ക് നാളെ അല്ലാഹു തരും. നിനക്ക് പറഞ്ഞാലൊന്നും മനുഷ്യന്മാര് വിടൂല. ഒരു ജോലി ഇല്ലാതെ തേരാപേര നടക്കായിരുന്നു. ഗൾഫിലാണല്ലോ, കുഴപ്പമില്ല. ഗൾഫിൽ 2-3 കൊല്ലമാകുമ്പോഴേക്കും എന്തുണ്ടാക്കിയത് ചോദിക്കും. ഒന്നുമില്ല, ശമ്പളം കിട്ടുന്നുണ്ട്, അൽഹംദുലില്ലാ. പുരണ്ടാക്കി 5 കൊല്ലം കഴിയുമ്പോൾ എൻ്റെ പുര പൂർത്തിയായിട്ടുണ്ട്. എന്തെപ്പം ഉണ്ടാക്കിയത്? പുരണ്ടാക്കി. വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ? വരുമാനം പയ്യന്നൂർ ആ ബിൽഡിങ്, ഇവിടെ 5 സെന്റ് വരുമാനം. ഗൾഫ് എന്നുണ്ടാവോ? നാട്ടുകാർ ചോദിച്ചടങ്ങാറാക്കി. ഇവനൊരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ സംശയമായി, പടച്ചാനെ അല്ലാഹുവേ ഇനി വരുമാനമില്ല, ഞാൻ കുടുങ്ങിപ്പോവോ? നാട്ടുകാർ മുഴുവൻ പയ്യന്നൂരത്തെ ബിൽഡിംഗ് വാങ്ങി ഇവിടെ ബിൽഡിംഗ് ഉണ്ടാവോ? അല്ലാഹു എന്തെല്ലാം വഴി വെച്ചിട്ടുണ്ടാവും. തൗഫീഖുള്ളവൻ വാങ്ങിക്കോട്ടെ. മനുഷ്യന്മാരെ പറഞ്ഞിട്ട് പോലെ തവക്കുൽ ഇടിച്ച് തകർക്കുക. നമ്മൾ നാളത്തേക്ക് വേണ്ടി നിങ്ങൾ അമൽ ചെയ്തോ, അധ്വാനിച്ചോ, സേവ് ചെയ്തോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു യഖീൻ കൽബിലേക്ക് കയറണം. ഇതൊന്നുമില്ലെങ്കിലും എന്റെ റബ്ബ് എനിക്ക് സാക്ഷിയായി, എനിക്ക് സംരക്ഷകനായി ഉണ്ട് എന്ന ഉറപ്പ് ആണിന്റെയും പെണ്ണിന്റെയും കൽബിൽ കയറിയിട്ടുണ്ടോ? ഇവിടെയാണ് നമ്മുടെ ഈമാൻ. എന്റെ റബ്ബെന്നെ കൈവടിയൂല, എന്റെ റബ്ബെന്നെ കൈവടിയൂല എന്ന ഉറപ്പ്. പിന്നെ റിട്ടയർമെന്റ് ആലോചിച്ച് ഇപ്പോൾ തന്നെ വിഷമിക്കേണ്ട കാര്യം വരൂല. എന്റെ റബ്ബുണ്ട് എന്റെ റിട്ടയർമെന്റ് കാലത്ത്, എന്റെ യൗവനത്തിൽ റബ്ബുണ്ട്, ഞാൻ കുട്ടിയായിരുന്നപ്പോ എന്റെ റബ്ബുണ്ട്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു നടപടിയിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർക്കെതിരെ ആക്ഷൻ എടുത്തത്. അബൂദറെ, നിങ്ങൾ എന്ത് ചെയ്യുക? പോയിട്ട് ഒരു മരുഭൂമിയിൽ അങ്ങേ അറ്റത്ത് ഒരു മലഞ്ചെരുവുണ്ട്, റബ്ദ എന്ന് പറയുന്ന സ്ഥലം, നിങ്ങൾ അവിടെ പോയി താമസിച്ചാൽ മതി, നിങ്ങൾ അങ്ങാടിക്ക് വരണ്ട. നിങ്ങളെപ്പോലൊക്കെ ഈമാൻ ഇപ്പോഴത്തെ കാലക്കാർക്ക് ഉണ്ടാവില്ലല്ലോ അബൂദറെ എന്ന് പറഞ്ഞു. ഈ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വെച്ചിട്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറഞ്ഞ അന്നത്തെ ദുഷ്ടനായ ഒരു ഭരണാധികാരി, അക്രമിയായ ഭരണാധികാരി, ഇമാമുന ശാഫിഈ തങ്ങളൊക്കെ കഫാ ബിഹി ളാലിമാ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അവൻ അക്രമിയാണെന്നതിന് ഒരു സംശയമില്ല. അങ്ങനത്തെ ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് ആളുകൾ ചോദിച്ചു, അല്ല ഹജ്ജാജ്, നിങ്ങൾ എന്താ ഇങ്ങനെ അക്രമിയായത്? നിങ്ങളുടെ മുൻഗാമികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എത്ര നല്ല ഭരണാധികാരികളാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു, ഇവരൊക്കെ എത്ര നല്ല മഹത്തുക്കളാ. നിങ്ങൾ എന്താ ഇങ്ങനെ ഭയങ്കര ക്രൂരനായി പോയത് എന്ന് ചോദിച്ചപ്പോ ഹജ്ജാജ് ഇബ്നു യൂസുഫ് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അയാൾ പറഞ്ഞ മറുപടി അറബ് ഭാഷ പഠിക്കുന്ന, നഹ്വും സർഫൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് ഇത് രസകരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞു, തബാദറു അതഅമ്മറു ലക്കും,
തബാദറു അതഅമ്മറു ലക്കും. തബാദറ അങ്ങനെ ഒരു വാക്കില്ല എന്ന് അറബിയിൽ, ഇദ്ദേഹം ഉണ്ടാക്കിയതാണ്. തബാദറു നിങ്ങളൊക്കെ അബൂദറായിക്കോളിൻ, എന്നാൽ അതഅമ്മറു ലക്കും നിങ്ങൾക്ക് ഞാൻ ഉമറായി തരാം. ഉമർ റളിയല്ലാഹു അൻഹു ഭരിച്ചത് ഈ അബൂദറിനെ പോലത്തെ പാവങ്ങളായ സ്വഹാബികളെയാണ്. ഞാൻ ഭരിക്കുന്നത് നിങ്ങളെയാണ്, അതുകൊണ്ടാണ് ഞാൻ ക്രൂരനായത്. നിങ്ങളൊക്കെ അബൂദറിനെ പോലെ ആയിക്കോളിൻ, ഞാൻ ഉമറായി തരാം. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. തബാദറു അതഅമ്മറു ലക്കും എന്ന്. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു വഫാത്ത് ആസന്നമായിരിക്കുമ്പോ ഭാര്യ കരയാണ്. ഇപ്പോഴാ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഒരാള് ഞങ്ങളുടെ കൂട്ടത്തിൽ മരിക്കുന്നത് മരുഭൂമിയിലാണെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ഞാനാണ്, എന്റെ കൂടെയുള്ളവരൊക്കെ മരിച്ചു, ഇനി ഞാനാ ബാക്കിയുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരാള് മരിക്കുമ്പോൾ സത്യവിശ്വാസികളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ആ മനുഷ്യന്റെ സ്വഹാബിയുടെ ജനാസക്ക് സാക്ഷികളാകുമെന്നും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ എന്റെ മയ്യിത്തും വെച്ചിട്ട്, ഒറ്റക്കാണ്, ഭാര്യയുള്ളൂ, ആരുമില്ല, 3 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു കൂടെ, ഒരാട്, ഇതല്ലാതെ ഒന്നുമില്ല, കഫംപട പോലും ഇല്ലായിരുന്നു എന്നാണ്. കഫംപുടല്ല. അപ്പോഴാണ് മഹദി കരഞ്ഞത്, നിങ്ങൾ യാത്ര പോകുന്നതിന് വിഷമല്ല, മരിച്ച് നിങ്ങളൊന്ന് കഫൻ ചെയ്യണ്ടേ? ഒരു കുഴിയൊക്കെ ഞങ്ങൾ കുഴിക്കാൻ പറ്റും, കബർ കുഴിക്കാൻ പറ്റും, പക്ഷെ നിങ്ങളെ പൊതിയാൻ വസ്ത്രം വേണ്ടേ? എവിടുന്നാണ് ഞങ്ങൾക്കത് കഫംപുട കിട്ടുക? ഒക്കെ പറഞ്ഞപ്പോഴാണ്, നിങ്ങൾ വിഷമിക്കണ്ട, എന്റെ മയ്യത്ത് നിങ്ങൾ താഴെ കൊണ്ടുവന്ന് വെച്ചാൽ ആ വഴിക്ക് സ്വഹാബിമാരുടെ സംഘം വരാൻ പോകുന്നുണ്ട്, അവരോട് പറഞ്ഞാൽ മതി, ഹാദാ സുഹാബിയുൻ, ഇതൊരു സുഹാബിയാണെന്ന് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും. ആരാണ് അബൂദർ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടത് പറയിപ്പിച്ചത്? മനസ്സിനുള്ളിൽ കിടക്കുന്ന നബിതങ്ങളുടെ വാക്കുകളിലുള്ള വിശ്വാസം. എന്റെ നബി അത് പറഞ്ഞിട്ടുണ്ട്, നബിതങ്ങൾ പറഞ്ഞതുപോലെ കാര്യം നടക്കുകയുള്ളൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് സത്യമാണ്, നബിതങ്ങൾ പറഞ്ഞത് പുലരാതെ പോകില്ല. പറഞ്ഞത് സാക്ഷ്യം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരു സംഘം ഷാമിൽ നിന്ന് യാത്ര കഴിഞ്ഞ് വരുന്നുണ്ട്. യാത്രക്കാർ വരുന്ന വഴിയല്ലായിരുന്നു അത്, അവർ വഴിതെറ്റി വന്നതാണ്. അവരുടെ യാത്രാസംഘത്തിൽ ഡ്രസ്സുകളുണ്ട്, ക്ലോത്തുകളുണ്ട്, അവർക്ക് ഭക്ഷണ സാധനമുണ്ട്, എല്ലാമുണ്ട്. ചെറിയൊരു തുണിക്കഷ്ണം മുഖത്ത് മൂടിക്കിടത്തി മഹാനായ സ്വഹാബി അബൂദർ റളിയല്ലാഹു അൻഹു മരുഭൂമിയിൽ ഒറ്റക്ക് കിടക്കുമ്പോ, ഭാര്യയുണ്ട്, 3 പെൺമക്കളുണ്ട് കൂടെ. യാത്രാസംഘം വന്നപ്പോ, ഇറാഖിൽ നിന്ന് വരുന്ന യാത്രാസംഘമാണത്, ഷാമിൽ നിന്നായിരുന്നില്ല. ഇറാഖിൽ നിന്നാണ് അവർ വരുന്നത്. ഫീഹിം അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, അവരിലുണ്ട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മുഖത്തെ വസ്ത്രം എടുത്തു നോക്കിയപ്പോ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സദഖ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എത്ര സത്യമാണ്. ഹീന ഖാൽ തംശി വഹ്ദക്, അബൂദർറേ നിങ്ങൾ ഒറ്റക്ക് നടക്കും. വതമൂതു വഹ്ദക്, നിങ്ങൾ ഒറ്റക്ക് മരിക്കും. വതുബഅതു വഹ്ദക്, നാളെ നിങ്ങൾക്ക് ഒറ്റക്ക് അല്ലാഹു പുനർജന്മം നൽകും. നാളെ പരലോകത്ത് അബൂദർ റളിയല്ലാഹു അൻഹു ഒറ്റക്കാണ് ഉയർത്തെഴുന്നേൽപ്പ് നൽകപ്പെടുന്നത്. ഈ വാക്കുകൾ സത്യമായി പുലർന്നുവല്ലോ അബൂദർറേ എന്ന് പറഞ്ഞ് ആ മഹാനായ സ്വഹാബിയുടെ ജനാസ സംസ്കരണത്തിന് സ്വഹാബിമാർ നേതൃത്വം കൊടുത്തു. ആരുമില്ലാ സ്ഥലത്ത് ഇവരത് ചെയ്യുമെന്ന് കാലേ കൂട്ടി പറഞ്ഞു മഹാനായ അബൂദർ റളിയല്ലാഹു. എന്തേ? അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കിലുള്ള പ്രത്യേകതയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ എമ്പാടും സമ്പത്തും മക്കളുമുള്ള സ്വഹാബിയാണ്. 103-ാമത്തെ വയസ്സിൽ വഫാത്തായ സ്വഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. എപ്പോഴും മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയുണ്ട്, അല്ലാഹുമ്മർസുഖ്ഹു മാലൻ വ വലദാ, അല്ലാഹുവേ അനസ് ഇബ്നു മാലിക് എന്നവർക്ക് നീ മക്കളെയും സമ്പത്തും കൊടുക്കണേ. വബാരിക് ലഹ്, ബഹുമാനപ്പെട്ടവർക്ക് ബറക്കത്ത് ചെയ്യണമേ. നബി തങ്ങൾ ദുആ ചെയ്യും. ആ ഒരു ദുആഇന്റെ ഫലം മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതകാലത്ത് മക്കളും പേരക്കുട്ടികളുമായി 100ഓളം മക്കൾ മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളും മക്കളുടെ മക്കളുമായി ബഹുമാനപ്പെട്ടവർ കണ്ടിട്ടുണ്ട്. 3 തലമുറകളോളം. അത് മാത്രമല്ല, വബാരിക് ലഹ്, ബറക്കത്ത് ചെയ്യണമേ അനസ് റളിയല്ലാഹു അൻഹുവിനെ. നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത സ്വഹാബിയാണല്ലോ അനസ് റളിയല്ലാഹു അൻഹു. ആ ബറക്കത്ത് 103 വയസ്സ് വരെ അന്തസ്സിൽ ജീവിച്ചു അനസ് റളിയല്ലാഹു അൻഹു. 103.
ഒരു 100 വയസ്സ് കഴിഞ്ഞ ഒരു പ്രായമുള്ള ഒരാളെ കഴിഞ്ഞ് ഇപ്പൊ അടുത്തൊരു 4-5 മാസം മുമ്പ് ഞാൻ കണ്ടു. അദ്ദേഹം ദുആരക്കാൻ വേണ്ടി പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു ഹജ്ജിന് കൂടെ പോവാൻ ആഗ്രഹമുണ്ട്, എൻ്റെ മരിച്ചുപോയ വാപ്പയുടെ പേരിൽ ചെയ്യാനാണ്. സുബ്ഹാനല്ലാഹ്. കാസർഗോഡ് ജില്ലയുടെ അങ്ങ് ഉള്ളിൽ കുറെ ദൂരം പോയിട്ട് അള്ളാഹു അദ്ദേഹത്തിന് ആ തൗഫീഖ് കൊടുക്കട്ടെ. 100-ലേറെ വയസ്സായി, 100 എത്രയെന്നറിയില്ല, പക്ഷെ 100ന്റെ മുകളിലാണ്. നടന്നു വരും, പള്ളിക്ക് ജുമാക്ക് വരും, ഒരു കണ്ണടയോ ആവശ്യമില്ലാതെ ഖുർആൻ ഓതും ചെയ്യും. ഹജ്ജ് 1-ലേറെ ചെയ്തിട്ടുണ്ട്, ഉമ്മാക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി ഒരു ഹജ്ജ് കൂടെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ദുആ ചെയ്യണമെന്ന്. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ ഈമാൻ! മൂക്കത്ത് വിരൽ വെച്ചു, യാ റബ്ബേ, ഈ പ്രായത്തിലും. സാധാരണ എന്താ ദുആരക്ക? ഒരു ഊരവേദനയൊന്നും ഇല്ലാതെ, കാര്യമായ അസുഖമൊന്നും ഇല്ലാതെ, എൻ്റെ ഷുഗറും കൊളസ്ട്രോളൊക്കെ ഒന്ന് ലെവലാവാൻ വേണ്ടി ദുആരക്കണം, ഇങ്ങനെയൊക്കെയാ പറയാം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഹജ്ജിന് പോകണം. ആർക്കെന്നറിയോ? എൻ്റെ മരിച്ചുപോയ ഉപ്പാക്ക്. ആരാ? 100 കഴിഞ്ഞ മകനാണ് ഈ പറയുന്നത്. മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനല്ലേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ആയുസ്സിൽ ബറക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. 103-ലേറെ വർഷം ജീവിച്ചു അനസ് റളിയല്ലാഹു അൻഹു. അത് മാത്രമല്ല, അനസ് എന്നവര് അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ധാരാളം പറയുമായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു, ഇന്നി ലഅർജൂ, ഞാൻ കൊതിച്ചു പോകുന്നുണ്ട്, അന്നൽഖിയ റസൂലല്ലാഹ് ഫീ യൗമിൽ ഖിയാമഹ്, അന്ത്യനാളിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാഹു നമ്മളൊക്കെ ആ ഭാഗ്യത്തിൽ ചേർക്കട്ടെ. നബി തങ്ങൾക്ക് 10 വർഷത്തിലേറെ ഖിദ്മത്ത് ചെയ്ത സ്വഹാബിയാണത്. മദീനയിൽ വന്ന കാലം മുഴുവനും, മദീനയിലെ 10 വർഷം അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഖാദിമായി ജോലി ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവര് പറയാണ്, എനിക്ക് അള്ളാഹുവിന്റെ നബിയെ, കോടാനുകോടി ആളുകൾ വരുന്ന മഹ്ശറയിൽ ഖിയാമത്ത് നാളിൽ എന്റെ നബിയെ ഞാൻ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഫഅഖൂലു ലഹ്, ഞാൻ നബിയോട് പറയും, യാ റസൂലല്ലാഹ് ഹാദാ ഖുവൈദിമുക അനസ്, നബിയെ, ഇതങ്ങയുടെ കൊച്ചു പരിചാരകൻ അനസാണ് നബിയെ എന്നെന്റെ നബിയോട് പറഞ്ഞ് എന്റെ നബി എന്നെ കൈപിടിച്ചു കൊണ്ടുപോകുമെന്ന്, എനിക്ക് ശഫാഅത്ത് ചെയ്യുമെന്ന്, എന്നെ രക്ഷപ്പെടുത്തി തരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടെന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു. ഉറപ്പാണത്. ആ മനസ്സിന്റെ ഉറപ്പ് നബി ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഫലിച്ചിട്ടുണ്ടല്ലോ. ബറക്കത്ത് വേണ്ടി ദുആ ചെയ്തപ്പോൾ 100-ലേറെ മക്കളും പേരക്കുട്ടികളുമായി 100-ലേറെ പേർ. ആയുസ്സിൽ ബറക്കത്തിന് ചോദിച്ചപ്പോ 103-ലേറെ വയസ്സ് കഴിഞ്ഞു. ഇനി എന്റെ റസൂലിനെ ഞാൻ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അവിടുന്ന് പറയും, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹാദാ ഖുവൈദിമുക അനസ്, അങ്ങേക്ക് ഖിദ്മത്ത് ചെയ്തു തന്നിരുന്ന ആ ചെറിയ ഖാദിമില്ലേ, അനസാണ് ഞാനെന്ന് എന്റെ നബിയോട് ഞാൻ പറഞ്ഞ് എന്റെ നബി എനിക്ക് ശഫാഅത്ത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്ന് അനസ് റളിയല്ലാഹു അൻഹു. കാന അനസുൻ ശദീദർ റജാഇ ലിശഫാഅത്തിൻ നബിയ്യി ലഹ്, നാളെ ഒരുപാട് നബിയുടെ ശഫാഅത്ത് കിട്ടുമെന്ന് ധാരാളം ഉറപ്പുള്ള സ്വഹാബിയായിരുന്നു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. ഉറപ്പിച്ചോളൂ മുഅ്മിനീങ്ങളെ, നബിതങ്ങളോട് സ്നേഹമുള്ളവർക്ക്, കൽബിന്റെ ഉള്ളിൽ സ്നേഹമുള്ളവർക്ക് ഹബീബിന്റെ ശഫാഅത്ത് കിട്ടും. നബിതങ്ങൾ കൈപിടിക്കും അവരെ. നബിതങ്ങളുടെ ശഫാഅത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും. ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവർ, ധാരാളം തങ്ങളോട് ഹബ്ബുള്ളവർ, കൽബിന്റെ ഉള്ളിൽ സ്നേഹമുള്ളവര്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് പറഞ്ഞു, യാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, വദിത്തു ലൗ റഅയ്തു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോകുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മാദാ ഫഅൽത ലൗ റഅയ്ത, ആ നബിയെ അങ്ങ് കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? ആ തിരുനബിയുടെ കണ്ണുകൾക്കിടയിൽ ഞാൻ തുരുതുര ഉമ്മ വെക്കും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ അത് തന്റെ എന്റെ നബിയെ ഞാൻ ചുംബിക്കും. അബ്ശിർ,
അബ്ശിർ, സന്തോഷിച്ചോളൂ, സന്തോഷിച്ചോളൂ. ഫഇന്നി സമിഅതു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതൊരു ഹൃദയത്തിന്റെ ഉള്ളിലാണോ എന്നോടുള്ള സ്നേഹം കിടക്കുന്നത്, ആ ഹൃദയമടങ്ങുന്ന ശരീരം നരകം തൊടുകയില്ലെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ? ഹബീബിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ, ഹബീബിന്റെ മേൽ സ്വലാത്ത് നടക്കുമ്പോ, ഹബീബിന്റെ മൗലിദ് പാരായണം ചെയ്യുമ്പോ, അവിടുത്തെ മദ്ഹുകൾ പാടുമ്പോ, പുകഴ്ത്തുമ്പോ, ശിർക്കാണോ കുഫറാണോ എന്നൊക്കെ പറഞ്ഞു എമ്പാടും ചർച്ച നടക്കുമ്പോ, എന്റെ ഹബീബിനോടുള്ള സ്നേഹമല്ലേ ഞാൻ ഈ പ്രകടിപ്പിക്കുന്നത്? എന്റെ ഹബീബിനോടുള്ള സ്നേഹമല്ലേ ഞാൻ ഈ പറയുന്നത്? മദ്ഹല്ലേ ഞാൻ ഈ പറയുന്നത്? ഓരോ ഈരടികൾക്ക് പിറകെയും പറയുന്ന ജവാബ് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള സ്വലാത്തല്ലയോ എന്ന് ചിന്തിച്ച് ഹബീബിന്റെ മേൽ എമ്പാടും സ്വലാത്തും സലാമും ചൊല്ലി ആ സ്നേഹം വർദ്ധിപ്പിക്കേണ്ടതിന് പകരം നമ്മളിത് നശിപ്പിച്ചു കളയുകയല്ലേ? ആലോചിക്കാറുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തോട്ടത്തിലിരിക്കുന്നു. ആ തോട്ടത്തിന്റെ ഗേറ്റ്മാൻ കുൻതു ബവാബൻ ലിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഗേറ്റിന്റെ പാറാവുകാരനായി അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നിന്നൊരു കഥയുണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഒരു ഷോർട്ട് ബ്രേക്ക്. സ്വലാത്തല്ലേ, അത്ര തന്നെ ഉള്ളൂ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നിങ്ങളൊക്കെ ഒരുപാട് ഖൈർ ചെയ്ത് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തട്ടെ. ആമീൻ യാ റബ്ബ്. നിങ്ങളൊക്കെ പോണ കൂട്ടത്തിൽ എന്ത് ചെയ്യാ, ഈ വാല് പറയുന്ന ഉസ്താദിനെയൊക്കെ അവിടെ ഹിസാബിൽ പിടിച്ചു വെച്ചത് കണ്ടാൽ ഒന്ന് കൈ പിടിച്ച് കൊണ്ടുപോവുക. ആ ഒരു പ്രതീക്ഷയിലാ നമ്മളൊക്കെ. ഈ ബന്ധവും സ്നേഹബന്ധം, ഇതിലപ്പുറം വേറൊന്നുമില്ല. അള്ളാഹു നമ്മെ സ്വർഗം വരെ എത്തിക്കുന്ന ബന്ധമാക്കി തരട്ടെ. ഇത് ഒരുപാട് സുഹൃത്തുക്കൾ മടവൂരിൽ നിന്ന് വന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഈ സദസ്സിലുണ്ട്, കാഞ്ഞങ്ങാട് നിന്ന് വന്നവരുണ്ട്, ഒന്ന് പോയോന്നറിയില്ല. ദൂരങ്ങളിൽ നിന്ന് വന്നെത്തിയത് ഞാൻ അറിയുന്നവർ, കണ്ടവർ, പിന്നെ എവിടെ നിന്ന് വന്നവരൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന യാത്രയൊക്കെ ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിലും. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, ഇൽമ അന്വേഷിച്ച് ഒരു വഴിക്ക് പോന്നാൽ. പെരുമ്പേക്ക് നിങ്ങൾ വരികയാണ്, എന്തിനാ വരുന്നത്? ഇവിടുത്തെ പായസം കുടിക്കാൻ. അങ്ങ് വല്ല പായസം കിട്ടിയോ? ഷബീബല്ലത്? ആ മാഷാ അല്ലാഹ്. അപ്പോ ഒരു വെള്ളം കുടിക്കാനോ പായസം കുടിക്കാനോ ഒന്നും അല്ല നിങ്ങൾ വരുന്നത്. നിങ്ങൾ ഇൽമ പഠിക്കാൻ വേണ്ടി വന്നതല്ലേ? നിങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടും. സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി തരുമെന്നാണ്. അല്ലാഹു എളുപ്പമാക്കി തരട്ടെ. അല്ലാഹു എളുപ്പം. നമ്മൾ എത്ര മോശക്കാരാണെങ്കിലും, ജീവിതത്തെ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും, ഒരു നല്ല സംഘത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടാനുണ്ട്. നമ്മളൊക്കെ ഒരേ ചിന്തയിലാണ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ളൊരു ചിന്തയിലാണ്. അതൊരു നല്ല ശക്തിയാണ്, ഒരു നല്ല എനർജി ലഭിക്കും നമുക്ക്. അള്ളാഹു അങ്ങനെ നമ്മെ ശുദ്ധിയാക്കി തരട്ടെ. ഇത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു വെളിച്ചമാക്കി അള്ളാഹു തരട്ടെ. അല്ലെ, ഒരു നേരം നമ്മൾ ഒരുമിച്ച് കൂടി അങ്ങ് മറക്കുമ്പോഴേക്കും, നാളെ നേരം വിളിക്കുമ്പോഴേക്കും ഈ സദസ്സും ഈ നമ്മൾ പറഞ്ഞതും കേൾക്കുന്നതും ഒക്കെ മറന്നു പോകുന്ന അവസ്ഥ വരുത്താതിരിക്കട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എന്നും ഖൈർ തരട്ടെ. നിങ്ങളുടെയൊക്കെ ദുആകളിലൊക്കെ ഉൾപ്പെടുത്തണം എന്നെയും ഉസ്താദന്മാരെ എല്ലാവരെയും ഇൻഷാ അല്ലാഹ്. അതാണ് വലിയ സമ്പാദ്യം. അള്ളാഹു നമുക്ക് ആ ഒരു സൗഹൃദ ബന്ധം സ്വർഗം വരെ അള്ളാഹു എത്തിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബ്. ഞാൻ വീണ്ടും പറയാണ്, എൻ്റെ കാര്യത്തെ എനിക്ക് ഉറപ്പാണ്, നിങ്ങളൊക്കെ ഹിസാബ് രക്ഷപ്പെട്ടു പോകും. വാല് പറയുന്ന ഉസ്താദുമാർ പിടിക്കപ്പെടും. അങ്ങനെയാണ്. അതുകൊണ്ടാണ് വലിയ വലിയ ആലിമീങ്ങളൊന്നും വാല് പറയാത്തത്. നിങ്ങൾ വിചാരിക്കും ഇൽമില്ലാത്തതുകൊണ്ടെന്നാൽ ഭയങ്കര ഇൽമുള്ള ആലിമീങ്ങളുണ്ട്. മുദരിസുമാരായിട്ടോ ഖാദിമാരായിട്ടോ ഒരു ജോലിയും ചെയ്യാതെ മുസന്നിഫീങ്ങളായിട്ടും ഒന്നോ രണ്ടോ മുച്ചാലിമീങ്ങൾക്ക് വീട്ടിൽ വരുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവരായിട്ടും അല്ലാതെയും നടക്കുന്ന ഒരുപാട് ആലിമീങ്ങളുണ്ട്. ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. അത് പേടിച്ചിട്ട് മിണ്ടാതിരിക്കുന്നവരുണ്ട്.
ഇത് വലിയ ഉത്തരവാദിത്തമാണ്. അതാ പറയണ പോലെ ജീവിച്ചില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കുറ്റക്കാരാണ്. അപ്പം അത് വലിയ പേടിയിലാണ്. ഞാൻ എൻ്റെ വിഷയം പറയാം, വേറെ ഉസ്താദന്മാരൊക്കെ അതിൽ പെർഫെക്റ്റാണ്. എൻ്റെ വിഷയത്തിൽ എനിക്ക് പേടിയുണ്ട്. ഞാൻ വിഷയം പറയാണ്, തുറന്ന് പറയാം. നമ്മളൊക്കെ ഏതായാലും മനുഷ്യന്മാരല്ല, നമ്മളൊക്കെ മുഅ്മിനീങ്ങളല്ലേ, സത്യവിശ്വാസികളല്ലേ. നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് പറയാൻ, അത് വേറെ ഒന്നുകൊണ്ടും ഞാൻ ആ പച്ചയിൽ അങ്ങനെ തന്നെ പറയാൻ. ലസ്തു ബിഖൈരിക്കും, നിങ്ങളൊക്കെ എന്നെക്കാൾ ഉഷാറാണെന്ന് എനിക്കുറപ്പാണ്. ഇന്നിപ്പോൾ എന്താ, എനിക്കുറപ്പാണത്. അപ്പൊ നിങ്ങളുടെ ദുആയിൽ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓർക്കണ കൂട്ടത്തിൽ എന്ത് ചെയ്യുക, എന്നെ ഓർക്കുക, നമ്മുടെ ഉസ്താദുമാരെല്ലാവരും ഓർക്കുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ചെയ്യുക. അങ്ങനെ ഒരു നല്ലൊരു സ്നേഹബന്ധം, ഈ ബന്ധം അള്ളാഹു സ്വർഗത്തിലേക്ക് എത്തിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ ഗേറ്റ്മാൻ ആയിട്ട് ജോലി ചെയ്തൊരു സംഭവം പറയുന്നു. കുൻതു ബവ്വാബൻ ലിറസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന് ഗേറ്റ്മാൻ ആയിട്ട് ഞാൻ ജോലി ചെയ്തിരുന്നൊരു സമയമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ മദീനയിൽ ഒരു തോട്ടം, അന്ന് മദീനയിൽ ഒഴുകുന്ന സ്ട്രീംസ്, ചില അരുവികൾ ഉണ്ടായിരുന്നു. ഇന്നത് കാണാനില്ല. മദീനയിൽ നമ്മൾ ഉഹദ് മലയൊക്കെ കാണാൻ ചെല്ലുമ്പോൾ, മദീനയൊക്കെ കണ്ടവർ ഉംറ ചെയ്തവരൊക്കെ ആയിരിക്കും എല്ലാവരും അല്ലേ, എന്ത് ചെയ്യാ, അവിടെ വാദി വെള്ളം ഒഴുകി പോകുന്ന സ്ഥലം കാണുന്നുണ്ട്. അത് പിന്നെ മഴവെള്ളം പോകുന്ന സ്ഥലമായിരുന്നു. പക്ഷെ അതിന്റെ പരിസരത്ത് തൊട്ടടുത്ത് കാണുന്ന ഈത്തപ്പന തോട്ടങ്ങൾ, അതിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒഴുകുന്ന കൊച്ചു കൊച്ചു അരുവികൾ ഉണ്ടായിരുന്നു. നല്ല സ്ട്രീം, തെളിഞ്ഞ വെള്ളം ഒഴുകുന്ന അരുവികൾ മദീനയിൽ എമ്പാടും ഉണ്ടായിരുന്നു. നല്ല നല്ല കിണറുകൾ, കുളമുണ്ട്. നബി തങ്ങൾ നീന്തി കുളിച്ചിട്ടുണ്ട് മദീനത്തെ ഒരു കുളത്തിൽ. സ്വഹാബികൾക്ക് നീന്തി അടുത്തിട്ടുണ്ട്. ഓരോരുത്തരും അവനവന്റെ കൂട്ടുകാരിലേക്ക് നീന്തുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് തങ്ങളെ നീന്തിച്ചെന്ന് പിടിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുളമൊക്കെ മദീനയിലായിരുന്നു. ഇന്നത് കാണാൻ പറ്റുന്നില്ല, വളരെ ഡ്രൈ ആയി പോയിട്ടുണ്ട് എന്ന്. നബി തങ്ങൾ അന്ന് മദീനയിൽ ഉണ്ടായിരുന്ന ഒരു തോട്ടത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഒരു കിണറ്റിലേക്ക് കാല് തൂക്കിയിട്ട് നബി തങ്ങൾ ഇരിക്കുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലെ ചൂടും അതിൽ നബിതങ്ങളുടെ ദഅവത്തിന്റെ ഭാരവും ഒക്കെ ഇറക്കി വെക്കാൻ, ഒരൽപ്പം ആശ്വസിക്കാൻ നബിതങ്ങൾ ഒരു തോട്ടത്തിൽ പോയിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിനൊരു, ആ തോട്ടത്തിന് ഹായിച്ച് ഒരു മതിലുണ്ട്, ആ മതിലിനൊരു ഗേറ്റും ഉണ്ട്. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വജാഅ റജുലുൻ ഫസ്തഫ്തഹ, ഞാൻ ആ ഡോറിന്റെ പിറകിൽ ഇങ്ങനെ ഇരിക്കുന്നു. നബിതങ്ങൾ തോട്ടത്തിലെ വെള്ളത്തിൽ കാലിട്ട് നബിതങ്ങൾ ഇങ്ങനെ വിശ്രമത്തിലാണ്. ആരുമില്ല, ഞാനും നബിയും മാത്രം. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു നബിയോട് ഒരുപാട് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്, ബറക്കത്ത് ചോദിച്ചിട്ടുണ്ട്. നബിതങ്ങൾ അബൂ മൂസൽ അശ്അരി തങ്ങൾക്കും മക്കൾക്കും മക്കളുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും ബറക്കത്തിന് ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ ചോദിക്കുകയാണത്. അങ്ങനെയൊക്കെ ചില ഭാഗ്യവാന്മാരുണ്ടാവും. വലിയ വലിയ സയ്യിദന്മാർക്കും തങ്ങന്മാർക്കും ഒക്കെ ഖിദ്മത്ത് ചെയ്യാൻ ഭാഗ്യമുള്ളവരെ തങ്ങളോട് ചെന്ന് ആ വാതിൽക്കൽ വന്ന ഒരാൾ മുട്ടുന്നു. ആരാണ് മുട്ടിയതെന്ന് കാണാൻ പറ്റൂല, ആരാള്ളത് എന്നറിയില്ല. ഒരാൾ വന്ന് മുട്ടി വാതിൽ തുറക്കണം. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഒരു കാര്യമാണ് ചെയ്യുന്നത്. നബിയോട് ചോദിക്കുന്നു, നബിയേ, ഒരാൾ വന്നിട്ടുണ്ട് നബിയെ, വാതിൽ തുറക്കണമോ? തങ്ങൾ ആരെയും നോക്കാതെ, മുഖം കാണാതെ പറഞ്ഞ വാക്കെന്താണ്? ഇഫ്തഹ് ലഹു വബശ്ശിർഹു ബിൽ ജന്ന, തുറന്നു കൊടുത്തോളൂ, ആ വരുന്ന ആൾക്ക് സ്വർഗമുണ്ട് എന്ന് ഉറപ്പ് കൊടുത്തോളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ തുറന്നു കൊടുത്തു. നോക്കുമ്പോൾ അത് ആരെന്നറിയുമോ? അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. രണ്ടാമതൊരാൾ വന്ന് വാതിൽക്ക് മുട്ടുന്നുണ്ട്. നബിയെ തുറക്കണോ? ഇഫ്തഹ് ലഹു വബശ്ശിർഹു ബിൽ ജന്ന, തുറന്നോളൂ, അയാൾക്കും സ്വർഗമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. തുറന്നു നോക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ രണ്ടാമത്തെ ഖലീഫയാണ് ഫാറൂഖ് ഹാദിഹിൽ ഉമ്മ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ജന്നകളല്ലേ. വാതിലടച്ചു. സിദ്ദീഖ് എന്നവരും നബി തങ്ങളും
ഉമർ റളിയല്ലാഹു അൻഹു അകത്ത്, ഒരാൾ കൂടെ അകത്തുണ്ട്. ഗേറ്റിന്റെ നേരെ പിന്നിൽ ആരാണത്? അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, സ്വഹാബിയാണ്. മൂന്നാമതൊരാൾ വന്നു, വാതിൽക്കൽ മുട്ടുന്നുണ്ട്. നബി തങ്ങൾ പറഞ്ഞ വാക്ക് അറിയുമോ? ഇഫ്തഹ് ലഹു വബശ്ശിർഹു ബിൽ ജന്ന ഫീ ബൽവൻ തുസീബുഹു. തുറന്നു കൊടുത്തോളൂ, സ്വർഗമുണ്ട് എന്ന് പറയണം. പക്ഷേ കടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. കടുത്ത പരീക്ഷണങ്ങൾ കഴിഞ്ഞാൽ സ്വർഗമുണ്ട് എന്ന് പറയണം. സ്വർഗം ലഭിക്കുന്നുണ്ട് ഈ വരുന്ന ആൾക്ക്, പക്ഷേ വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും ജീവിതത്തിൽ. തുറന്നു നോക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ഉസ്മാൻ എന്നവർ സ്വർഗത്തിൽ പോകുമെന്ന് മാത്രമല്ല, മരിക്കുന്നതിന്റെ മുമ്പ് കടുത്ത പരീക്ഷണവും വരാൻ പോകുന്നുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ടവരെ വധിക്കുകയാണുണ്ടായത്. ബഹുമാനപ്പെട്ടവരുടെ ആ ശരീരത്തിൽ നിന്ന് രക്തമുറ്റിയ ഖുർആനിന്റെ പ്രതി തുർക്കിയിലെ ഇസ്തംബൂൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിപ്പുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു കടുത്ത ത്യാഗം ചെയ്യേണ്ടി വരുമെന്ന് കാലേ കൂട്ടി പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം വന്നപ്പോ സിദ്ദീഖ് എന്നവരോട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് എന്നവർ പറഞ്ഞു അൽഹംദുലില്ലാഹ്. ഉമർ എന്നവരോട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ്. ഉസ്മാൻ തങ്ങളോട് സ്വർഗമുണ്ട്, നിങ്ങൾക്കൊരു പരീക്ഷണമുണ്ട് എന്ന് പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ്, അല്ലാഹുൽ മുസ്തആൻ, ഈ വിഷയത്തിൽ അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഉസ്മാൻ എന്നവർ വധിക്കപ്പെടുന്നത്? ഉറപ്പാണത് സംഭവിക്കുമെന്ന്. അല്ലാഹുൽ മുസ്തആൻ. ഉഹദിന്റെ മലയുടെ മുകളിൽ നബിതങ്ങളും സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും 4 പേരും, നബിതങ്ങൾ, സിദ്ദീഖ് എന്നവർ, ഉമർ എന്നവർ, ഉസ്മാൻ എന്നവർ 4 പേരും ഉഹദിന്റെ മലമുകളിലൂടെ അങ്ങനെ നടക്കുമ്പോ, നല്ല ഹൈറ്റുള്ള മലയാണ് ഉഹദ്, കണ്ടിട്ടില്ലേ? മദീനയിൽ ഹറമിന്ന് നേരെ ഖിബ്ലയുടെ എതിർവശത്തേക്ക് നോക്കിയാൽ കാണുന്ന ആ ഒരു വലിയ മല. അതിന്റെ മുകളിലൂടെ അങ്ങനെ നടക്കുമ്പോ ഫറജഫ ബിഹിം, ഉഹദ് മലയിൽ ഒരു പ്രകമ്പനമുണ്ടായി. ശരിക്കും ഒന്ന് കുലുങ്ങി, ഭൂചലനം അനുഭവപ്പെടുന്ന പോലെ ഉഹദ് വിറക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബ് ചെയ്ത പണി എന്താണെന്നറിയുമോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലുകൊണ്ട് ചവിട്ടി പറഞ്ഞു, ഉസ്ബുത് ഉഹദ്, ഉഹദേ അടങ്ങി നിൽക്കണം. ഫഇന്നമാ ഹുവ നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ. ഇത് ഒന്ന് നബിയാണ്, ഒന്ന് സിദ്ദീഖാണ്, മറ്റ് 2 പേരും ഷഹീദുകളാണ്. ഒന്ന് നബിയാണ്, ഒന്ന് സിദ്ദീഖാണ്, പിന്നെയുള്ള 2 പേർ ഷഹീദുമാരാൻ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെഹ്റാബിലൂടെ ശത്രു വന്ന് കുത്തുമെന്നും അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ ഷഹീദാകുന്നതെന്നും കാലേക്കൂട്ടി സൂചന കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 ഖലീഫമാരിൽ അബൂബക്കർ സിദ്ദീഖ് എന്നവർക്കാണ് സ്വാഭാവിക മരണമുണ്ടായത്. ബാക്കി 3 ഖലീഫമാരും വധിക്കപ്പെടുകയാണുണ്ടായത്. അല്ലേ? ഉമർ തങ്ങൾ വധിക്കപ്പെട്ടവരാണ്, ഷഹീദാൻ. അലി റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടവരാണ്, ഷഹീദാൻ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടവരാണ്, ഷഹീദാൻ. ഇങ്ങനെ ഇന്നമാ ഹുവ നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ, ഇതൊക്കെ മനസ്സിൽ ഉറപ്പിച്ചു നടക്കുകയായിരുന്നു മഹാന്മാരായ സ്വഹാബിമാർ. ഉറപ്പാൻ, നബി തങ്ങളുടെ വാക്ക് ഉറപ്പാൻ. ഇങ്ങനെ ഒരു ഉറപ്പ് ഖൽബിന്റെ ഉള്ളിലേക്ക് എനിക്കും നിങ്ങൾക്കും ഉണ്ടോ മുഅ്മിനെ? മഹാനായ സ്വഹാബി അബൂ ദർദാ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ വീടിന് തീ പിടിക്കാൻ പോകുമ്പോ തീ പിടിച്ചു എന്നൊരാൾ ഓടി വന്ന് പറഞ്ഞു കൊടുക്കുന്നു. തീ പിടിച്ചു. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് ഓടി പറഞ്ഞു കൊടുക്കാൻ, അബൂ ദർദാ, നിങ്ങളുടെ നാട്ടിൽ തീ പിടിച്ചിട്ടുണ്ട്, നിങ്ങളുടെ വീടുകളുള്ള സ്ഥലം തീ പിടിച്ചിരിക്കാൻ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മഹ്തറഖ, എന്റെ വീടിന് തീ പിടിച്ചിട്ടില്ല. അദ്ദേഹം എവിടെയോ ദൂരത്താണ്, എന്റെ വീടിന് തീ പിടിച്ചിട്ടില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോ വേറെ ഒരാൾ ഓടി വന്ന് പറഞ്ഞു, യാ അബൂ ദർദാ, അബൂ ദർദായെ, ഇൻബഅസത്തിന്നാർ, തീ ഇങ്ങനെ ആളിപ്പടർന്ന് വരികയായിരുന്നു.
ഹത്താ ഇൻതഹത് ഇലാ ബൈതിക്, നിങ്ങളുടെ വീടിന്റെ അരികത്തേക്ക് എത്തിയപ്പോൾ ഇൻതഫഅത്, തീ അണഞ്ഞു പോയിട്ടുണ്ട്. അപ്പോ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് അലിംത്, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, അന്നല്ലാഹു അസ്സ വജല്ല ലം യകുൻ ലിയഫഅല, അല്ലാഹു അത് ചെയ്യാൻ പോകുന്നില്ലെന്ന്, അല്ലാഹു അത് ചെയ്യുകയില്ലെന്ന് എനിക്കറിയാമായിരുന്നു. ആളുകൾ പറഞ്ഞു, യാ അബൂ ദർദാ, ഞങ്ങളുടെ അത്ഭുതം എന്തെന്നറിയുമോ? എന്റെ വീട് തീ പിടിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞതാണോ, അല്ലാഹു അത് ചെയ്യില്ല എന്ന് പറഞ്ഞതാണോ? ഏതാണ് അത്ഭുതമെന്നാണ് ഞങ്ങൾക്കിപ്പോ അറിയാത്തത്. നിങ്ങൾ രണ്ടും പറഞ്ഞത് മഹാത്ഭുതങ്ങളല്ലേ, നിങ്ങൾ എങ്ങനെ പറയാൻ കഴിഞ്ഞു? മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ذاك كلمات سمعتها من رسول الله صلى الله عليه وسلم, ഞാൻ അത് പറയാൻ കാരണം നബിതങ്ങൾ എന്നെ പഠിപ്പിച്ച ചില വാക്കുകളാണ്. മൻ ഖാലഹുന്ന, ഈ വാക്കുകൾ ആരാണോ ഹീന യുസ്ബിഹു, നേരം പുലരുമ്പോൾ പറയുന്നത്, ലം തുസിബഹു മുസീബത്തുൻ ഹത്താ യുംസിയ, വൈകുന്നേരമാകുന്നത് വരെ ഒരു മുസീബത്തും വരികയില്ലെന്ന് എന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ പറഞ്ഞത്. നബിതങ്ങൾ എന്നെ പഠിപ്പിച്ച ചില വാക്കുകളുണ്ട്, മുഅ്മിനീങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ചോളൂ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വഅൻത റബ്ബുൽ അർശിൽ കരീം മാ ശാ അല്ലാഹു കാൻ وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم. ഇത് നേരം പുലരുമ്പോ ഒരു മനുഷ്യൻ പറഞ്ഞാൽ, തന്റെ കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ട്, ആ കുട്ടി പോയ സ്കൂൾ ബസ് ആക്സിഡന്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മാക്ക് തീർത്തു പറയാൻ പറ്റും, എന്റെ കുട്ടി ഇത് ചൊല്ലിപ്പോയ കുട്ടിയാണ്, എന്റെ കുട്ടിക്കൊന്നും പറ്റിയില്ല എന്ന് തീർത്തു പറയാൻ പറ്റും. തന്റെ മക്കളോ താനോ ആരെങ്കിലും ഈ ദിക്ർ നബിതങ്ങൾ പറഞ്ഞ പോലെ ഖൽബിലേക്ക് എടുത്തുകൊണ്ടുപോയാൽ ആ യഖീൻ നബിതങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കൂ എന്ന് നിങ്ങളുടെ ഖൽബ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞേക്കാൻ പറ്റും, ഉറപ്പാണ് ഉറപ്പാണ്, അപകടം എനിക്കോ എന്റെ കുടുംബത്തിനോ ആവില്ല. എന്റെ ഒരു നാട് മൊത്തം തീ പിടിച്ചപ്പോൾ അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട് നിൽക്കുന്ന ഭാഗത്ത് തീ വന്നു നിന്ന് അണഞ്ഞുപോയിരിക്കുന്നു. കാരണം എന്തേ? ഈ ദിക്ർ ചൊല്ലിയിട്ടാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ, വാലിന് എല്ലാവരും പോകുമ്പോ, വാലിന് പോകുന്ന വീടുകളിൽ നിന്ന് കൊള്ളയടിക്കുന്ന കള്ളന്മാര് കാണും. പോയ ചാൻസിൽ ആരുമില്ലല്ലോ, പയ്യം വരുമ്പോ മൊത്തം പോകുന്നെന്ന് വിചാരിക്കുക. കള്ളന്മാര് ആവേശത്തിൽ ഇങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ച് തിരയുണ്ടാവും അല്ലേ? ഒന്നിപ്പോഴൊന്നും അടുത്തൊന്നും വരില്ല, മോലെ ഒച്ച കേൾക്കുന്നുണ്ടല്ലോ, ഇപ്പൊ നിർത്തിയിട്ടില്ല, ദ്വാ തുടങ്ങുമ്പോൾ നമുക്ക് വീട്ടിൽ പോകാമെന്നും പറഞ്ഞ് നിങ്ങൾ ഈ ദിക്ർ ചൊല്ലിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാം, എന്റെ വീട് തൊടാൻ അവർക്ക് കഴിയില്ല, എന്റെ വീട്ടിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടില്ല, കള്ളന്മാരെന്റെ പുരക്ക് കയറില്ലെന്ന് തീർത്തു പറയാൻ പറ്റും ഇത് നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ആ ധൈര്യത്തിലാണ് പറയുന്നത്, എന്റെ വീട് കരിഞ്ഞിട്ടില്ല, അത് അല്ലാഹു ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. വല്ലാത്തൊരു അത്ഭുതം. നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ പറഞ്ഞത്? ഞാൻ പറയാൻ കാരണം ഏതാനും വാക്കുകളാണ്. എന്റെ റസൂൽ ഇത് പഠിപ്പിച്ചു, ഞാനത് ചൊല്ലിയിട്ടുണ്ട്. ഖബറിൽ പോയി കിടക്കുമ്പോ എന്റെ ഉമ്മാക്ക് ഖബറിൽ അദാബില്ലെന്ന് ഞാൻ ആശ്വസിക്കട്ടെ. ഖബറിന്റെ അദാബ് ബർസഖിന്റെ ലോകമാണ്, നമുക്കറിയില്ല അവിടുത്തെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന്. വലാ നുസക്കി അലല്ലാഹി അഹദാ, പക്ഷേ എന്നും തബാറക സൂറത്ത് ഓതുന്ന ആളുകൾക്ക് ഖബറിൽ അദാബ് ഉണ്ടാവുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാശ്വാസമാകാം. വല്ലാഹു അഅലമു ബിൽ ഹഖീഖ, പക്ഷേ ആശ്വസിക്കാൻ വകയുണ്ടോ? ഉണ്ട്. എന്നും ചൊല്ലിയേക്കണം, രാവിലെയും വൈകുന്നേരവും മിനിമം ഓരോ തവണ.
എല്ലാരും ഒരുമിച്ച് ചൊല്ലിൻ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. ചൊല്ലുമ്പോഴേ എന്ത് ചെയ്യാ, ഈ റെക്കോർഡിങ് വോയിസ് റെക്കോർഡൊക്കെ ചെയ്യൂലേ, വെറുതെ ഫിത്തിനും ഫസാദ് ഉണ്ടാക്കാൻ ക്ലിപ്പ് ഉണ്ടാക്കാൻ നടക്കണ്ടേ, ഇതൊക്കെ എടുത്തുവെച്ചോളേ. ഇതൊക്കെ എപ്പോഴും എടുത്തു നോക്കിയിട്ട് എന്ത് ചെയ്യാ, കേട്ട് ചൊല്ലാൻ പറ്റും. എഴുതിയെടുത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവൂലേ, അതൊക്കെ അങ്ങനത്തെ മൊബൈലൊക്കെ അല്ലേ നോണെ ഉപയോഗപ്പെടുത്തിക്കോളി. ആ മൊബൈലിനോട് ചെയ്യുന്ന ശുക്രാണത്. അള്ളാഹുവേ, ഈ സൗകര്യം റെക്കോർഡർ ഉണ്ടായിട്ട് മൊബൈല് നമ്മൾ റെക്കോർഡ് ചെയ്യുമായിരുന്നു, മറ്റവന്റെ ഫോൺ വിളി ഓളെ ഫോൺ വിളി, അതാ പറ്റാത്തത്. എന്ത് ചെയ്യാ, ഇതൊക്കെ എടുത്തുവെച്ചോളി. ഖുർആനും ദിക്റൊക്കെ പഠിച്ചോളി. അതുകൊണ്ട് ഓണാക്കി വെച്ചോളൂ. പഠിക്കുന്നവര് ഇത് ചൊല്ലി പഠിക്കാൻ നല്ലതാണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വഅൻത റബ്ബുൽ അർശിൽ കരീം മാ ശാ അല്ലാഹ് കാൻ وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ